Good morning, all. Good morning, ma'am. Okay. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Jisha. Okay. Prayer പറഞ്ഞോട്ടാ. prayer ഞാനാണ് മാം. പറഞ്ഞോടാ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീഴിനുൾക്കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഓക്കെ മിസ്. നന്നായി കേട്ടോ. താങ്ക് യു മിസ്. Signing thought of the day. ഞാനാണ് മാം. പറഞ്ഞോടാ. Smile is the best medicine for any problem, so keep smiling. APJ Abdul Kalam. Thank you, ma'am. Sign in. And sign in. പറഞ്ഞോടാ. സുഗതകുമാരിയുടെ ഒരു ഇതാണ്. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. താങ്ക് യു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററില് എനിക്ക് തോന്നുന്നു ടൈഫോയിഡ് വരെയാണോ ഇനി മലേറിയ വരെയാണോ പറഞ്ഞു നിർത്തിയത്? ഇനി കോളറ മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഓക്കെ, കോളർ മാത്രമേ ഉള്ളൂ അല്ലെ? ഓക്കെ, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സെമിനാർ എടുക്കാം കേട്ടോ. സെമിനാറിന് ആരൊക്കെയാണ് കൊടുത്തത്? ജിൻസി രാജീവ് ആൻഡ് ജെയ്മോൾ അജീഷ്, ശ്രുതി MB, ആരതി F. ഓക്കെ, ഇതില് ശ്രുതി ഇല്ല. ശ്രുതി കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അടുത്ത ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞു. ജയ്മോൾ ഇല്ല, അതുകൊണ്ട് ജയ്മോളിന് പകരം ഞാനും പറയുന്നത്. ഓക്കെ, ജിൻസി. അപ്പൊ നമ്മൾ നോക്കുന്നത് ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ നോക്കിയിട്ടാണ് സെമിനാറിന് ഉണ്ടോന്ന് നോക്കിയതാണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് കോളറ എന്നുള്ളതാണ്. കോളറ അത്ര വലിയ എന്താ പറയാ പെട്ടെന്ന് കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു അസുഖമല്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മാറുന്ന ഒരു അസുഖമാണ് എന്ത്? കോളറ എന്ന് പറയുന്നത്. കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. കോളറ എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡ് വെജിറ്റബിൾസിലൂടെയും ഒക്കെയാണ് കോളറ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊടുക്കാൻ നോക്കുക. പുറത്തേക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ക്യാരി ബാഗ്, നമ്മളൊരു ബോട്ടിൽ വാട്ടർ നമ്മൾ ക്യാരി ചെയ്യുക. കാരണം പുറത്തോട്ട് പോയി കഴിയുമ്പോൾ ഇടയ്ക്ക് അവർ പറയും ജ്യൂസ് ഇത് വേണമെന്നൊക്കെ പറയും. മാക്സിമം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സിംറ്റം ആണ് പ്രശ്നം. സിംറ്റം വോമിറ്റിംഗ് ആൻഡ് ലൂസ് മോഷൻ. വോമിറ്റിങ്ങും ലൂസ് മോഷനും സിംറ്റം ആയിട്ടുള്ള ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതാണത്? ഡിസെൻട്രി.
ഡിസെൻട്രി. ഓക്കെ, ഡിസെൻട്രിയിലും എന്താണ് വോമിറ്റിങ്ങും ലൂസ് മോഷനും എന്താണ് മെയിൻ ആയിട്ടുള്ള കോമൺ സിംറ്റം ആണ്. ഡിസെൻട്രി ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് ഡിസെൻട്രി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? ഡീഹൈഡ്രേഷനിലൂടെയാണ്, നിർജ്ജലീകരണത്തിലൂടെയാണ് പെട്ടെന്ന് ആ ഒരു അസുഖം കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. അതേ പ്രശ്നമാണ് കോളറയുടെ കേസിലും വരുന്നത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു. നമ്മുടെ ബോഡിയിൽ ഒരു 10 to 20 liters ഓഫ് വാട്ടർ എന്ത് ചെയ്യുന്നു, ലോസ്റ്റ് ആവുന്നു. ദെൻ നമ്മൾ ഭയങ്കരമായിട്ട് വീക്ക് ആവും. പിന്നെ മേ ബി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്നു. അത് മേ ബി എല്ലാ കേസുകളിലല്ല, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് റിക്കവർ ചെയ്ത് വരാൻ പറ്റും. അപ്പൊ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ മാത്രം കുട്ടികൾക്ക് കൊടുക്കുക. ഇതിന്റെ മെയിൻ സിംറ്റംസ് അറിയാലോ, വോമിറ്റിംഗ്, ലൂസ് മോഷൻ ആൻഡ് ഫീവർ. പിന്നെ നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വാക്സിൻസ് അവൈലബിൾ ആണ്. കോളറയ്ക്കും വാക്സിൻസ് എന്താണ് അവൈലബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രയും നേരം നമുക്ക് ഡിസീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒരു ഡിസീസിന്റെയും എന്താണ് വൈറസിന്റെയോ ബാക്ടീരിയയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഞാനായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന ഡിസീസ് ഇന്ന ബാക്ടീരിയ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഇന്ന അസുഖം ഇന്ന ബാക്ടീരിയ ആണെന്ന്. പക്ഷെ കോളറയുടെ കേസിൽ ഇവിടെ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഏത് ഡിസീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിബ്രിയോ കോളറ. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്ക് നോക്കാം. This is another epidemic which is caused by microbes named as Vibrio cholera. Vibrio cholera എന്ന് പറയുന്ന മൈക്രോബ്സ് ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് അഫക്ട്സ് ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. It is spread through food, vegetables and drinking water. ഫുഡിലൂടെയും വെജിറ്റബിൾസിലൂടെയും ഡ്രിങ്കിങ് വാട്ടറിലൂടെയുമാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. സിവിയർ വോമിറ്റിംഗ്, ലൂസ് മോഷൻ ഫോളോഡ് ബൈ thirst are common symptoms. വോമിറ്റിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ ലൂസ് മോഷൻസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫീവർ, ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. കോളറയ്ക്ക് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോ 10 ഡിസീസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന 10 ഡിസീസിനെ കുറിച്ച് പഠിച്ചു. ഒന്ന് വൂഫിംഗ് കഫ് ആയിരുന്നു. നമ്മുടെ തോട്ടില് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത് വില്ലൻ ചുമ. നമ്മള് വില്ല് പോലെ വളഞ്ഞ ചുമ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ വില്ലൻ ചുമ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ വൂഫിംഗ് കഫ് വരുന്നെങ്കിൽ അവർക്കത് കുറച്ചും കൂടി എന്താ പറയാ ഡിഫിക്കൽട്ടീസ് വരും. അപ്പോ വില്ലൻ ചുമയുടെ മറ്റ് 2 പേരുകൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാ? 3 പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? 100 days of 100 days. പിന്നെ ബോർഡെറ്റെല്ല എന്ന വൈറസ്. പെർട്ടുസിസ്. ബോർഡെല്ല പെർട്ടുസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പേരാണ്. പെർട്ടുസിസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പെർട്ടുസിസ്. ദെൻ നമ്മൾ ഡിഫ്തീരിയ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തോപ്പിൻ പൈപ്പിൽ വരുന്ന വൈറ്റ് കളറുള്ള മെംബ്രെയിൻ അത് ഡെവലപ്പ് ആകുന്നു. അത് വലുതാവുന്നതനുസരിച്ച് അതിൽ നിന്നൊരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എമിറ്റ് ആക്കി ബോഡി നമുക്കത് കുട്ടികളിൽ വരാണെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഡിഫ്തീരിയ. അപ്പോ പണ്ട് ഇതിനെ പറഞ്ഞിരുന്ന കില്ലർ ഡിസീസ് എന്നൊക്കെയാണ്. ഇന്ന് വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റുന്നുണ്ട്. ഡിഫ്തീരിയനെ കുറിച്ച് പറഞ്ഞു. ടെറ്റനസ്, നമ്മുടെ ചെറിയ മുറിവുകളിലൂടെ ഈ രോഗാണു നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുകയും എന്ത് ചെയ്യണ നമ്മളുടെ മസിൽ സ്പാം അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞു. അത് ടെറ്റനസ്. പോളിയോ പറഞ്ഞു. പോളിയോ എന്ന് പറയുന്നത് എന്താണ്? പോളിയോ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് പോളിയോ എന്ന് പറയുന്ന വൈറസ് തന്നെയാണ്. നമുക്ക് വീക്ക്നെസ് ഓഫ് ലിംസ്, സിംറ്റംസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ഇഫക്റ്റ് ആണ് വരുന്നത്. മെഡിസിൻസ് അവൈലബിൾ അല്ല. ആകെയുള്ളൊരു റിക്കവറിക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പി മാത്രമാണ്. വരാതിരിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോളിയോയുടെ വാക്സിൻ ഇന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയതാണ് ഡിസെൻട്രി. ഡിസെൻട്രിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ മോഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ആൻഡ് പസ് ഉണ്ടാവും. നമ്മുടെ പെട്ടെന്നായിരിക്കും പേഷ്യന്റ് വീക്ക് ആവുന്നത്. വീക്ക് ആവാനുള്ള കാരണം ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി ആണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ്
എന്താണ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മൾ ഇമ്മീഡിയറ്റ് മെഡിക്കൽ എയ്ഡ് എടുത്തില്ലെങ്കിൽ പേഷ്യന്റ് മേ ബി ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു അസുഖമാണ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണില് ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം ഹെപ്പറ്റൈറ്റിസ് ABC അങ്ങനെ ഒരുപാട് വൈറസ് ജേംസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ലിവറിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മുടെ കണ്ണിന് കുറച്ച് യെല്ലോ കളർ ആവും. യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിനിലെ യെല്ലോ കളർ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ ജേംസ് സ്പ്രെഡ് ആകുന്നത് ബ്ലഡിലൂടെയും പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റയിലൂടെയുമാണ്. ഇന്റേണൽ നമ്മുടെ ലിവറിനെ അത് അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പേഷ്യന്റിന്റെ മറ്റ് ഇന്റേണൽ ഓർഗൻസിനെയും അത് അഫക്ട് ചെയ്യും. ദെൻ അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവനും മാൽഫങ്ഷൻ ആകുമ്പോൾ പേഷ്യന്റ് മേ ബി ഡൈ ഡ്യൂ ടു. നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ജോണ്ടിസിന് ഒരു പരിധി വരെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. മലേറിയ എന്ന് പറയുന്നത് ഏത് മൊസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ് മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. സിംറ്റംസ് ഒക്കെ സിവിയർ ഹെഡേക്ക്, ഫീവർ, റിക്കറന്റ് ഫീവർ, വീക്ക്നെസ് ഓഫ് ബോഡി എക്സെട്ര ആണ്. ടൈഫോയിഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. ടൈഫോയിഡ് സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് ഏതായിരുന്നു? സാൽമോണല്ല ബാക്ടീരിയ. ഓക്കെ, ഒരു 3 മുതൽ 4 ആഴ്ച വരെയാണ് ഈ അസുഖം നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ റിക്കവർ ആകാൻ എടുക്കുന്നത്. റോസ് കളറിലെ റെഡ് റാഷസ് പോലെ നമുക്ക് ഉണ്ടാവും. നമുക്ക് വോമിറ്റിങ്, അതേപോലെ തന്നെ ഫീവർ, ചില കേസിൽ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിൽ ചില കേസിൽ ലൂസ് മോഷൻ, അങ്ങനെ ഡിഫറെന്റ് സിംറ്റംസ് ആണ് വരുന്നത്. പിന്നെ ഹെഡേക്ക് കാര്യങ്ങളൊക്കെ വരും. ഹ്യൂമൻ ടു ഹ്യൂമൻ സ്പ്രെഡ് ആകുന്ന ഒരു അസുഖമാണ് ഇത് ടൈഫോയിഡ് എന്ന് പറയുന്നത്. മീസിൽസ് എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് അറിയാം റെഡ് കളർ സ്പോട്സ് അപ്പിയർ ചെയ്യും കുട്ടികളിൽ. നമ്മള് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മീസിൽസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 5ാം പനിയാണ്. സോ ഇതിന് മെയിൻ ആയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് MR-ഉം MMR ആണ്. കുട്ടികൾക്ക് 9ാം മാസം MR-ഉം 18ാം മാസം MMR-ഉം കൊടുക്കണം. അത് നിർബന്ധമായിട്ടും ഇമ്മ്യൂണൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കോളറ എന്ന് പറയുന്ന അസുഖമാണ്. വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോളറ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ലാസ്റ്റ് നോക്കാം. The above said disease are common among young children. മുകളിൽ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ കുട്ടികൾ among സ്കൂൾ ചിൽഡ്രൻസിൽ കോമൺ ആണ്. So it is the duty of the teacher to see that all the students in the school are healthy and free from the disease. അപ്പോ നമ്മളുടെ ടീച്ചറിന് ഉത്തരവാദിത്തമാണ് ഈ സ്റ്റുഡൻസ് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, മറ്റേ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് മനസ്സിലായ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കഫ് ചെയ്യുന്നുണ്ട്, ചുമക്കുന്നുണ്ട്, ചുമച്ചിട്ട് ശ്വാസം കിട്ടാത്ത പോലെ അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഷെഡ്യൂളാണ്. മറ്റു കുട്ടികളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക, പാരന്റ്സിനെ വിളിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. If she find any student distressed from any disease, isolate them and from other precautionary measures to prevent spreading of the disease. നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതേപോലെ മറ്റു കുട്ടികളെ, നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് അസുഖം വരാതിരിക്കാനും നമ്മൾ ഓരോ ടീച്ചേഴ്സും ശ്രമിക്കണം. ഓക്കെ, അതേപോലെ ഈ ഓരോ സിംറ്റംസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഇത് ഇന്നതാണ്. വൂഫിംഗ് കഫ് ഭയങ്കരമായിട്ട് ചുമയാണെങ്കിൽ ഇന്ന അസുഖമാണ്. ഇനി തൊണ്ടവേദന എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മൗത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വൈറ്റ് കളറിൽ ഒരു പാടി ഉണ്ട് എന്ന് വിചാരിക്കും. അതെന്ത് അസുഖമാണ്? ഡിഫ്തീരിയ. ഓക്കെ, പിന്നെ ചുമന്ന കളറില് റാഷസ് ബോഡിയിൽ കാണുകയാണെങ്കിൽ കുട്ടിക്ക് പനിയും ഉണ്ട്, ചുമന്ന കളറില് റാഷസും ഉണ്ട്. മീസിൽസ്. ഓക്കെ, കണ്ണൊക്കെ മഞ്ഞച്ചിരിക്കാം, മുഖമൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞച്ച് ഇരിക്കുകയാണ്, അങ്ങനെ ഫീവർ ഉണ്ട്,
മുഖമൊക്കെ നല്ല രീതിയിൽ മഞ്ഞ കളറുണ്ട്. ജോണ്ടിസ്. അപ്പൊ ഏകദേശം അസുഖങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പഠിച്ചില്ലേ? Yes, ma'am. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അസുഖം വരാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനും ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും റെഡി ആണല്ലോ? റെഡിയാണ്. ഓക്കെ. ഇനി നമ്മള് സെമിനാർ പോർഷൻ ആദ്യം ആരാ എടുക്കുന്നേ? Ma'am, Jeans. ഓക്കെ, ജിൻസി തന്നെ പിൻ ചെയ്യാണേ. സ്റ്റാർട്ട് ചെയ്തോട്ടാ. Good morning, ma'am. Good morning, everyone. I am James Raji, here to present my seminar. Today's my topic is amoebic brain fever or amoebic mastiska jwara. This topic is very relevant in today's world. Amoebic brain fever is a rare but deadly brain infection caused by a free-living amoeba called Naegleria fowleri. This organism lives in warm freshwater such as lakes, ponds, rivers, and poorly maintained swimming pools. When contaminated water enters the nose, the amoeba travels to the brain, causing a severe infection. Symptoms of these diseases usually appear 1 to 12 days after exposure. Symptoms of these disease: headache, high fever, vomiting, stuffy nose, or loss of smell. This disease usually progress rapidly and can lead to death within 3 to 7 days after the symptoms begin. Reasons of this disease is caused by Naegleria fowleri, an amoeba found in farm freshwater. Infection happens only when water containing the amoeba enter the nose. It does not spread from one person to another person by drinking water. Treatment of this treatment is afotericin B, miltefosine, azithromycin medicines. Prevention of this disease is avoid swimming or diving in warm fresh water like lakes, ponds, or hot springs. Thank you all. ഓക്കെ, നെക്സ്റ്റ്. ആ മാം, ഞാൻ പറഞ്ഞോളാം. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടാ. മാം, ഇത് മലയാളത്തിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഇത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി? ഇല്ല, മലയാളത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. Okay, ma'am. Good morning, everyone. Today topic is amoebic mastiska jwaram. Amoebic mastiska jwaram translates to amoebic meningoencephalitis, a rare and often fatal brain infection caused by a free-living amoeba, most commonly Naegleria fowleri, that destroy brain tissue. അമീബിക് മെനിഞ്ചോഎൻസെഫലൈറ്റിസ് വിവർത്തനം ചെയ്യപ്പെടുന്നത് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ മൂലമുണ്ടാകുന്ന അപൂർവം, പലപ്പോഴും മാരകവുമായ തലച്ചോർ അണുബാധയാണിത്. ഇത് തലച്ചോറിലുള്ള ലെയർ, അതായത് കലകളെ നശിപ്പിക്കുന്ന നെയ്ഗ്ലേരിയ ഫൗളേരി ആണ് ഇതിൻ്റെത്. കോസസ് ആൻഡ് ട്രാൻസ്മിഷൻ: ബ്രെയിൻ ഈറ്റിംഗ് അമീബ. The infection is caused by Naegleria fowleri, a microscopic amoeba found in warm freshwater, lakes and rivers. Brain-eating amoeba തടാകങ്ങൾ, നദികൾ തുടങ്ങിയ ചൂടുള്ള ശുദ്ധജലത്തിൽ കാണപ്പെടുന്നു. Naegleria fowleri എന്ന സൂക്ഷ്മ അമീബയാണ് അണുബാധയ്ക്ക് കാരണം. Entry route: the amoeba enters the body through the nose, usually when people swim, dive,
or perform other water activities in warm, contaminated fresh water. ഇത് പ്രവേശിക്കുന്നത് സാധാരണമായി ആളുകൾ ചൂടുള്ളതും മലിനവുമായ ശുദ്ധജലത്തിൽ നീന്തുമ്പോഴോ മുങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ജലപ്രവർത്തനങ്ങൾ നടത്തുമ്പോഴോ അമീബ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. Spreading to the brain. The amoeba travels to the brain through the bloodstream, causing severe brain swelling and tissue destruction. തലച്ചോറിലേക്ക് പടരുന്ന അമീബ രക്തപ്രവാഹത്തിലൂടെ തലച്ചോറിലേക്ക് സഞ്ചരിക്കുന്നു. തലച്ചോറിന് കടുത്ത വീക്കം സംഭവിക്കുകയും കലകളുടെ നാശം സംഭവിക്കുകയും ചെയ്യുന്നു. സിംറ്റംസ്: ഹൈ ഫീവർ, സിവിയർ ഹെഡേക്ക്, നോസിയ ആൻഡ് വോമിറ്റിംഗ്, സ്റ്റിഫ് നെക്ക്, എക്സ്ട്രീം സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്, mental confusion, coma. Prevention: to reduce the risk of contracting the infection. അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. Avoid warm fresh water. Refrain from swimming, diving or playing in warm, stagnant freshwater bodies. ചൂടുള്ളതും നിൽക്കുന്നതുമായ ശുദ്ധജലാശയങ്ങളിൽ നീന്തൽ, ഡൈവിംഗ് അല്ലെങ്കിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. Use water nose clips. Wear nose clips while swimming, diving or playing in fresh water. നീന്തുമ്പോഴോ കുളിക്കുമ്പോഴോ മുങ്ങുമ്പോഴോ ശുദ്ധജലത്തിൽ കുളിക്കുമ്പോഴോ മൂക്ക് ക്ലിപ്പ് ധരിക്കുക. Properly chlorinated pools. Swimming in properly chlorinated pool is generally safe. നമ്മൾ ക്ലോറിനേറ്റ് ചെയ്ത കുളങ്ങളിൽ നീന്തുന്നത് സുരക്ഷിതമാണ്. Diagnosis and treatment. Diagnosis: doctors typically diagnose palm by finding the amoeba in the cerebrospinal fluid, which is collected through a spinal tap. സ്പൈനൽ ടാപ്പിലൂടെ ശേഖരിക്കപ്പെടുന്ന സെറിബ്രോസ്പൈനൽ ദ്രാവകത്തിൽ അമീബ കണ്ടെത്തി ഡോക്ടർമാർ സാധാരണയായി രോഗനിർണയം നടത്തുന്നു. ട്രീറ്റ്മെന്റ്: ആന്റി മൈക്രോബയൽ തെറാപ്പി ഈസ് യൂസ്ഡ്, ബട്ട് ദ mortality rate for this infection is extremely high, often exceeding 90%. ആന്റി മൈക്രോബയൽ തെറാപ്പി ഉപയോഗിക്കുന്നു, പക്ഷേ ഈ അണുബാധയിൽ മരണനിരക്ക് വളരെ ഉയർന്നതാണ്, പലപ്പോഴും 90% കവിയുന്നു. Public health alerts. Health authorities, particularly in regions like Kerala, have issued alerts and precautions due to recent case of amoebic meningoencephalitis. Following safety guidelines is crucial to prevent this dangerous infection. പ്രത്യേകിച്ച് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യ അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുൻകരുതലുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ അപകടകരമായ അണുബാധ തടയുന്നതിന് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് നിർണായകമാണ്. Thank you for giving this wonderful opportunity to speaking in front of you. Thank you, ma'am. നന്നായിട്ടുണ്ട് അരവിന്ദ്. അമീബിക് മസ്തിഷ്കജ്വരത്തെ കുറിച്ച് മനസ്സിലായോ? Yes, ma'am. ഓക്കെ, then നമ്മള് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോവാണ്. യൂണിറ്റിന്റെ പേര് ഫസ്റ്റ് എയ്ഡ് എന്നാണ്. യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ്. ഓക്കെ, ഈ എപ്പോഴാണ് ആക്സിഡൻസ് പറ്റുന്നത് നമുക്ക് അറിയില്ല അല്ലെ. എപ്പോ വേണമെങ്കിലും ചെറിയ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഒക്കേർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മള് ആക്സിഡന്റ് സംഭവിച്ച ഫസ്റ്റ് 2 hours അല്ലെങ്കിൽ ഫസ്റ്റ് അവേഴ്സിനെയാണ് ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും. ഈ ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ എയ്ഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വരെയും പറ്റും. സോ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മേ ബി ആ ഒരു വ്യക്തിയുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള കാരണമാകും. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ടെമ്പററി ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരാൾക്ക് വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, നെഞ്ചുവേദന എടുക്കുന്നു, അല്ലെ ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം അറിയോ? എന്താ ലേന? അറിയായിരുന്നു, പറഞ്ഞു. CPR ആണെന്ന്. CPR കൊടുക്കും. CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, നമ്മൾ CPR കൊടുക്കും. സപ്പോസ് ഒരു വ്യക്തി ഇലക്ട്രിക് ഷോക്ക് അടിച്ചോ,
പക്ഷെ ബ്രീത്ത് ചെയ്യുന്നില്ല, പൾസ് ഒക്കെ ഉണ്ട്, ബ്രീത്ത് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? എന്ത് ടൈപ്പ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും? കൃത്രിമ ശ്വാസം കൊടുക്കും. ഓക്കെ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ ആക്സിഡൻസിനും അതിൻ്റെതായ ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സും കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ഫസ്റ്റ് എയ്ഡ്, അതേപോലെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ്. നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഫസ്റ്റ് എയ്ഡ് എന്നാണ്. ഓക്കെ, it is natural to have accidents in schools. നമുക്കറിയാം, സ്കൂളാണ്, കുട്ടികളാണ്. ഇപ്പൊ വേണമെങ്കിൽ ചെറിയ ആക്സിഡൻസ് പോലും സംഭവിക്കാം. ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ടീച്ചറാകുമ്പോൾ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഡെയിലി ചിലപ്പോൾ ഓരോ ആക്സിഡൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ ചെറിയ മുറിവുകളാവും, ചിലപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളതായിരിക്കാം, ചിലപ്പോ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആക്സിഡൻസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും കുട്ടികളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. It is required that before actual medical aid can be pursued, some things has to be done to injured. ഇപ്പോ എമർജൻസി സിറ്റുവേഷനിൽ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ആ ഇൻജേർഡ് പേഴ്സണ് അത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഇസ് കോൾഡ് ഫസ്റ്റ് എയ്ഡ്. അപ്പൊ എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ഇസ് നോട്ട് എ പ്രോപ്പർ ട്രീറ്റ്മെന്റ്. നമുക്ക് പറയാൻ പറ്റില്ല ഫസ്റ്റ് എയ്ഡ് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരാള് പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ പാമ്പ് കടിയേറ്റ് മുകളിലും താഴെയുമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ബാൻഡേജ് ചെയ്യും, നല്ല രീതിയിൽ മുറുക്കി കെട്ടാണ് ചെയ്യാറ്. എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. പക്ഷെ ആ പേഷ്യന്റ് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എനിക്ക് ഫസ്റ്റ് എയ്ഡ് കിട്ടിയില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആണോ? അല്ലല്ലോ, കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ ആ ഒരു പോയിസൺ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാനേ നോക്കിയിട്ടുള്ളൂ. ബട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എപ്പോ വേണമെങ്കിലും നമ്മുടെ ബോഡിയിലേക്ക് പോയിസൺ കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആന്റിവെനം എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല, നമ്മൾ ടെമ്പററി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. The first aid is not a proper treatment. It is a relief given to the patient before proper treatment by the doctor is made available. ഡോക്ടറുടെ അടുത്ത് നിന്ന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ചെറിയ റിലീഫ് ആണ് ഇത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ട്രീറ്റ്മെന്റ് ദാറ്റ് ഗിവൺ ഓൺ ദ സ്പോട്ട്. എവിടെയാണോ ആക്സിഡന്റ് സംഭവിച്ചത് ആ സ്ഥലത്ത് വെച്ച് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ബിഫോർ ദ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് ഈസ് റീച്ച്ഡ്. നമ്മൾ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോ നോർമലി ആക്സിഡൻസ് സ്കൂളുകൾ സംഭവിക്കാവുന്നത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ബിഫോർ ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ ഇൻജേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയ വ്യക്തിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് അല്ല, ഒരു ജസ്റ്റ് റിലീഫ് ആണ്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു ആക്സിഡന്റിൽ നിന്ന് ഒരു ചെറിയ റിലീഫ് കൊടുക്കുന്നതാണ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ സ്പോട്ടില് ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്ത് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് എന്താണുള്ളത്? ഇനി നമ്മൾ എല്ലാ സ്കൂളുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ സ്കൂൾസ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകൾ നിർബന്ധമായിട്ടും ഇത്ര നമ്പർ ഓഫ് സ്കൂൾസ്, ഇത്രയും കുട്ടികൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. School are expected to keep adequate number of first aid kits. അപ്പൊ നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് കൂടാതെ എനിക്ക് തോന്നുന്നൊരു 800 എബോവ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നേഴ്സിംഗ് അസിസ്റ്റന്റ് അവൈലബിൾ ആക്കണം എന്നൊരു റൂൾ ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അവർക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നേഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളുകളൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ.
നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് നേഴ്സിംഗ് അസിസ്റ്റൻസ് പണ്ട് ഞങ്ങളുടെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. ഓക്കെ. Schools are expected to keep an adequate number of first aid kits. The service of nursing assistant should be made available. നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ ആദ്യം കൂടി സർവീസ് അവൈലബിൾ ആക്കണം, നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ സർവീസും കൂടി അവൈലബിൾ ആക്കണം. The following are the essential to be included in first aid kit. നമ്മൾ കോമൺ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി, ഓരോന്നോരോരുത്തരായിട്ട് പറയും. കോട്ടൺ. ഓക്കെ, കോട്ടൺ ഉണ്ടാവാറുണ്ട്. ബാൻഡേജ് ബാൻഡേജ്, ഓക്കെ. ointment. ഓയിൽമെന്റ്, പെയിൻ റിലീഫ്, ഇതൊക്കെ വരുമ്പോൾ ointment. ബാൻഡേജ്. ഓക്കെ. ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് വീട്ടിലുണ്ടോ നിങ്ങളുടെയൊക്കെ ഫസ്റ്റ് വീട്ടുകളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ്? അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. നിങ്ങൾ എല്ലാവരും സിസർ ഉണ്ടാവില്ലേ? സിസർ ഉണ്ടാവും, ബാൻഡേജ് ഉണ്ടാവും, റോളർ ബാൻഡേജ് ഉണ്ടാവും, പിന്നെ എന്താ പറയാ ആന്റിസെപ്റ്റിക് ലോഷന്റെ ഒക്കെ ഇതില് നമ്മള് ബെസ്റ്റാഡിൻ പോലത്തെ ഓയിൽമെന്റുകൾ ഉണ്ടാവും. ദെൻ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഉണ്ടാവും, പൊള്ളലിനൊക്കെ പറ്റുന്ന ഓയിൽമെന്റുകൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടില് ഓരോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചിലപ്പോ എല്ലാവരും വീട്ടിലുണ്ടാവും, മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവില്ല. എപ്പോഴാണ് നമുക്കൊരു ആക്സിഡന്റ്, ചെറിയ മുറിവ് സംഭവിക്കാൻ പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് എല്ലാ മെറ്റീരിയൽസും ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് ബോക്സിലാക്കി നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എന്ന് വെച്ചാല് എന്താ പറയാ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിന്റെ മുകളിലാണ്. എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കുന്ന അടുക്കളയിലാണ്. ചിലപ്പോൾ കത്തിയും കൊണ്ട് ചെറിയ മുറിവായിരിക്കും, ചിലപ്പോൾ പൊള്ളുന്നതായിരിക്കും. എപ്പോഴും ആക്സിഡന്റ്സ് നമുക്ക് കിച്ചണിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഞാൻ ആ ഒരു പ്ലേസിലാണ് വെക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അക്സസിബിൾ ആണ്. കുട്ടികളോട് പറഞ്ഞാൽ പോലും അവരത് എടുത്തുകൊണ്ട് വരും. അപ്പൊ അത് അവർക്ക് എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം കേട്ടോ എന്തൊക്കെയാണ്. കോട്ടൺ വൂൾ അറിയാലോ, പഞ്ഞിയാണ്. കാണിച്ചതാ ഓരോന്നും ഇമേജസിനെ. ചിലതൊന്നും നിങ്ങൾ കാണാത്തതുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കോട്ടൺ വൂള് ഓക്കെ അല്ലേ. പിന്നെ ടേപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ടേപ്പ് ഉണ്ട്. നമ്മള് ഹോസ്പിറ്റലുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ് ഇല്ലേടാ, നമ്മള് ഹോസ്പിറ്റൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടേപ്പ്. ഇതുപോലത്തെ ടേപ്പ് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ടേപ്പുകളുണ്ട്. പിന്നെ ബ്രഷ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റോളർ ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോളർ ബാൻഡേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോളർ ബാൻഡേജ് കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ഫസ്റ്റ് ഇയർ വീട്ടിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞാല് ചെറിയ എന്തെങ്കിലും ചില്ലിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്തെടുക്കാൻ നല്ല തുരുമ്പൊന്നും ഇല്ലാത്ത നല്ല സേഫ്റ്റി പിൻസ് നല്ലതാണ്. അതാണ് ഉദ്ദേശിച്ചത് സേഫ്റ്റി പിൻസ്. ദെൻ ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറഞ്ഞാലേ നമ്മള് പെട്ടെന്ന് കൈക്കൊണ്ടുപോ ചതുവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിയാലല്ലേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ബാൻഡേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ നമുക്കൊരു റിലീഫിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ട്രയാങ്കുലർ ബാൻഡേജ് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വേണ്ടോ നമ്മൾ കൈ താഴ്ത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടു ചെയ്യാല്ലേ, കൈ താഴത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രയാങ്കുലർ ബാൻഡേജ്. നമുക്ക് ചതവോ ഒടിവോ ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും ഒരു റിലീഫ് അതിൽ യൂസ് ചെയ്ത ഒരു മെറ്റീരിയൽ ആണ് എന്ത് ട്രയാങ്കുലർ ബാൻഡേജ്. നീഡിൽസ് അറിയാലോ, നീഡിൽസ്
പിന്നെ സിസേഴ്സ് അറിയാം. ഒലിവ് ഓയിൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, ഒലിവ് ഓയിൽ പറഞ്ഞിട്ടുണ്ട് അവര്. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ പൊള്ളലൊക്കെ ഇട്ട ഭാഗത്ത് നമുക്ക് ഒലിവ് ഓയിൽ നല്ലതാണ് ഒരു പരിധി വരെ. അത് പറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് റിലീഫ് കിട്ടും. ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയല് ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ചില വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ. എന്തെങ്കിലും നമ്മൾ കമ്പിയോ എന്തെങ്കിലും പീസസ് നമ്മുടെ മുറിവിനുള്ളിലുണ്ടെങ്കിൽ അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിസസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്രോണിക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ് തന്നെയാണ്. ക്രോണിക് ലിങ്ക് ബാൻഡേജ് എന്ന് പറയും. അത് മരുന്ന് കൂടി ഉണ്ടാവും, മരുന്നിന്റെ പൊടിയും കൂടി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ് ആണ് എന്ത് ക്രോണിക് ലിങ്ക് ബാൻഡേജ് എന്ന് പറയും കേട്ടോ. പൊടിയും കൂടി ഉണ്ടാവും. ഒരു ക്രോണിക് ലിങ്ക് ബാൻഡേജ് എന്ന് പറഞ്ഞാൽ അതില് മരുന്നിന്റെ പൊടിയും കൂടി ഉണ്ടാവും. ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ബാൻഡേജ്. പിന്നെ സ്പ്ലിന്റർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടില്ലേ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സിൽ ഡിഫറെന്റ് ഷേപ്സിൽ വരുന്നതിനാണ് സ്പ്ലിന്റർ എന്ന് പറയുന്നത്. വേറെയുള്ള സ്പ്ലിന്റർ ആണെന്ന് പറയട്ടോ. സോൾട്ട് നമ്മള് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾ എന്താ പറയാ പ്രഷറൊക്കെ ലോ ആയി കഴിഞ്ഞാൽ സോൾട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കാർബോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ഡെറ്റോൾ കാര്യങ്ങൾ മുറിവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോഡിയം ബൈകാർബണേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിനെഗർ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. നമുക്ക് മുറിവൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ് ഇത് വിനെഗർ എന്ന് പറയുന്നത്. സ്പൂൺ ചില ഫസ്റ്റ് എയ്ഡ് യൂണിറ്റുകളൊക്കെ സ്പൂൺ ഉണ്ടാവാറുണ്ട്. നമുക്ക് വെള്ളമൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ദെൻ ടിങ്ചർ ഓർ അയഡിൻ ഉദ്ദേശിക്കുന്നത് നമ്മള് കുഴമ്പുകളൊക്കെ ഉണ്ടല്ലോ, കുഴമ്പ് കഷായങ്ങളൊക്കെയാണ്. അത് ചില ചതവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ കുഴമ്പും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈ കൊത്തൻ ചുക്കാതി അതേപോലത്തെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടില്ല? കൊത്തൻ ചുക്കാതി അതേപോലത്തെ നമ്മൾ കുഴമ്പ് നമ്മൾ മുറിവൊക്കെ മുറിവല്ല ചതവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ്. ഇനി നമ്മൾ നോക്കുന്നത് അപ്പൊ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അത്രയും മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യാം. എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പാരസ്റ്റമോൾ ഉണ്ട്, സൈക്ലോബാം ഉണ്ട്, അലർജിയുടെ ടാബ്ലറ്റ്സ് ഉണ്ട്, കുട്ടികളുടെ പാരസ്റ്റോം P20-250 ഉണ്ട്. അങ്ങനെ എന്റേതായ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മളുടെ വീട്ടില് എപ്പോഴും ഏത് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് വേണ്ടി വരാന്നറിയാലോ. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാനായിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഉള്ളതാണ് ORSന്റെ സൊല്യൂഷന്റെ പാക്കറ്റില്ലേ, ORS സൊല്യൂഷൻ, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞാനത് എക്സ്പയറി നോക്കും, എക്സ്പയറി കഴിയുമ്പോൾ അടുത്ത പാക്കറ്റ് വാങ്ങിച്ചു വെക്കും. അതിന് മുമ്പ് ആവശ്യം വരാണെങ്കിൽ അത് യൂസ് ചെയ്ത് പോകും. അപ്പൊ ORSന്റെ ഒരു സ്ലാഷ് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാൻ ആക്ടിവിറ്റി ആയിട്ട് ഇതാക്കണോ എല്ലാവർക്കും? നെക്സ്റ്റ് വീക്ക് വരുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്തിട്ട് ജസ്റ്റ് മെസ്സേജ് ചെയ്ത് എന്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആണ്, ഇതിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ക്യാമറ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ എല്ലാവരും? ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടേതായ പേഴ്സണൽ എമർജൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ,
ദെൻ നമ്മൾ നോക്കുന്നത് ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടി എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ടീച്ചർ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണോ അതോ കുറച്ച് മതി? നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസ് മാത്രം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വിട്ടുപോയത് മിക്സ് അല്ലെ, ഭയങ്കര മിക്സ് കാര്യങ്ങളൊക്കെ. ടീച്ചർ ഈ കാണുന്നത് എന്റെ ഫസ്റ്റ് ബോക്സ് ചെറുതാണ്, ഇത് മതി, ഇങ്ങനെ മതിയോ? മതി മതി, നമ്മളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവണമെന്നേ ഉള്ളൂ. ഓക്കെ, നല്ലതാണല്ലോ. ആ ഇല്ല, അത്യാവശ്യം കുറച്ച് സാധനമുണ്ട്. ഓക്കെ വിദ്യ, കോട്ടൺ, റോളർ ബാൻഡേജ്, അതെന്തിന്റെ ക്രീമോ? ഇത് ഓയിൽമെന്റ് ടൈപ്പ്. പിന്നെ വേദനയ്ക്കുള്ളത് പെയിന്റ് റിലീഫ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, അത് ഓരോരുത്തരുടെ വീട്ടിലും എമർജൻസി ആയിട്ട് വേണ്ട ഐറ്റംസ് നമുക്ക് അറിയാൻ പറ്റും. നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കേടാ. അപ്പൊ അടുത്ത പ്രാവശ്യം വിദ്യ കാണിക്കേണ്ട ബാക്കി എല്ലാവരും പ്രസന്റ് ചെയ്യാട്ടാ. നോക്കാം, ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ്. ഇനി എന്തെല്ലാമാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ടു ഗീവ് ഫസ്റ്റ് എയ്ഡ് ഇൻസ്റ്റന്റ്ലി അറ്റ് ദ ടൈം ഓഫ് നീഡഡ്. നമുക്കത് പ്രൊവൈഡ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് പറ്റണം. ടു കണ്ടെയ്ൻ ഓൾ ദ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസ്. നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എല്ലാ ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽസും വേണം. ടു റിമൂവ് ദ കോസസ് ഓഫ് ഇഞ്ചുറി ടു ദ പേഷ്യന്റ്. നമ്മുടെ പേഷ്യന്റിന് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ, മേ ബി നമ്മളുടെ ഗ്രൗണ്ടിന്റെ അടുത്ത് പൊട്ടിയ ചില്ലുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. എന്തെങ്കിലും കുഴികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അപ്പൊ അങ്ങനെ കോസസ് ഓഫ് ഇഞ്ചുറി മാക്സിമം അവോയ്ഡ് ചെയ്യാം. ടു കൺട്രോൾ ദ ബ്ലീഡിങ് ഫ്രം ഇഞ്ചുറി. ഒരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോ കൈന്റെ ഇവിടെയാണ് മുറിവ് സംഭവിക്കുന്നത്, ജസ്റ്റ് ഒരു പാർട്ട് പറയുന്നത്. കൈന്റെ ഇവിടെ ഒരു മുറിവ് സംഭവിച്ചാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ബ്ലഡ് ഒരുപാട് ഇങ്ങനെ ഒഴുകി 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 അത് ബ്ലഡ് നഷ്ടപ്പെട്ടു പോകും. നമ്മളത് അപ്വേർഡ് പൊസിഷനിൽ നിർത്താം, ഉയർത്തി പിടിക്കാം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ബ്ലീഡിങ് കുറയും. ടു ചെക്ക് ദ റെസ്പിറേഷൻ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ടു റീസ്റ്റാർട്ട് ഇറ്റ് ബൈ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. റെസ്പിറേഷൻ ചെക്ക് ചെയ്യാം. റെസ്പിറേഷൻ ഇല്ലാന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കാം. ടു കവർ ദ വൂണ്ട് ഓഫ് ഇഞ്ചുറി. നമ്മൾ കവർ ചെയ്യാം എന്ന് വെച്ചാൽ മുറിവ് തുറന്നിടരുത്, നമ്മൾ ആ വൂണ്ട് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ കവർ ചെയ്യാം. ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് നോർമൽ ലെവൽ. നമ്മളെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ടെമ്പറേച്ചർ ലോ ആവാനും പാടില്ല, ഒത്തിരി ഹൈ ആവാനും പാടില്ല. ലോ ആവാണെങ്കിൽ നല്ല രീതിയിൽ ചൂട് നിലനിർത്തുന്ന ഡ്രസ്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യിപ്പിക്കാം. ഇനി ഹൈ ആവുകയാണെങ്കിൽ നമ്മളൊന്ന് ദേഹമൊക്കെ വന്ന് നല്ല രീതിയിൽ എന്താ പറയുക, നനഞ്ഞ തുണി കൊണ്ട് എന്ത് ചെയ്യാം, ചെറു ചൂടുവെള്ളത്തിൽ മുക്കി തുടക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ്. ഫസ്റ്റ് എയ്ഡ് മുതൽ ഈ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റിന്റെ ഡ്യൂട്ടീസ് വരെ ഒന്ന് റീഡ് ചെയ്യോ? ആദ്യം തൊട്ടാണ്. ഫസ്റ്റ് എയ്ഡ് മുതൽ കേട്ടോ, നമ്മുടെ ചാപ്റ്റർ മുതൽ.
ഓക്കെ, റീഡ് ചെയ്തു എല്ലാവരും. ഓക്കെ, പിന്നെ നമ്മള് ആദ്യമായിട്ടാണ് ഫസ്റ്റ് യൂണിറ്റ്, നമ്മളൊരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെ. നമ്മൾ യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലീറ്റ് ആക്കി. എല്ലാവർക്കും യൂണിറ്റ് മനസ്സിലായില്ലേ? Yes, ma'am. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടൈപ്പ് നമ്മൾക്ക് എക്സാമിനൊക്കെ വരുന്ന രീതിയിൽ ഒരു മോക്ക് ടെസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ ഒരു വീക്ക് അറ്റൻഡ് ചെയ്യണം. എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കണം. നമുക്ക് വരാൻ പോകുന്ന എക്സാമിനൊക്കെ വരുന്ന മോഡല് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം. അതുകൂടാതെ നമ്മളത് ഹാൻഡ് റിട്ടേൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിലോ ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറി കിടക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിലോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ എന്നോട് ഇൻഫോം ചെയ്യണം. ഓക്കെ? Yes, ma'am. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. ഇന്നോ നാളെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇടും. നിങ്ങളപ്പോ ആ ലിങ്കിൽ കയറാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കോർ മനസ്സിലാവും. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കാം എല്ലാവരും. എനിക്ക് തോന്നുന്നു 20 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ചുണ്ടാവും. എന്റെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഞാനൊരു 20 ക്വസ്റ്റ്യൻ മാക്സിമം ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം ആ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അപ്പൊ അത് മാക്സിമം നന്നായിട്ട് പഠിക്കാം. ഓക്കെ? Okay, ma'am. നമുക്ക് ഫെയിന്റിങ് കൂടി നമുക്ക് നോക്കാം. നമ്മള് when first aid is necessary and how, എപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് വേണ്ട വരുന്നത്, അതേപോലെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതിൽ ഫെയിന്റിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരുമ്പോഴാണ് ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നത്, ഫെയിന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്നിട്ടുള്ളതായിരിക്കുമല്ലോ തലകറക്കം, തലചുറ്റല്, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. ഫെയിന്റിങ് സംഭവിക്കാറുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഫെയിന്റ് ആകുന്നത്. നമ്മളൊരു സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചിലപ്പോ ഒരു അസംബ്ലി ആണെന്ന് വിചാരിക്കുക. അസംബ്ലിയിൽ 1-2 കുട്ടികൾ ഫെയിന്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോ ഫെയിന്റിങ് എന്ന് പറയുന്നത് എപ്പോൾ എങ്ങനെയാ സംഭവിക്കുന്നത് വെച്ചാല് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് ബ്ലഡ് എത്താതെ വരുമ്പോഴാണ്. നമുക്ക് ഫെയിന്റിങ് വേറെ പ്രശ്നമൊന്നുമില്ല. ഫെയിന്റ് ചെയ്ത് നമ്മൾ 2 or 3 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ റിക്കവർ ആയിട്ട് സ്വബോധത്തിലേക്ക് വരും. പക്ഷെ ഫെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഫെയിന്റ് ചെയ്യുമ്പോൾ മേ ബി അത് കോസ് ഓഫ് ഇഞ്ചുറീസ്, അത് കല്ലുമ്മ പോയിരിക്കാനോ തല പോയിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോ പെയിനും ഇഞ്ചുറീസും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫെയിന്റ് ചെയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം താഴ്ത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇരുന്നിട്ട് വീഴുമ്പോൾ അത്രയും ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഫെയിന്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമ്മൾ തല പോയിരിക്കാനും ബ്ലീഡിങ് ഒക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മുഖം നല്ല രീതിയിൽ വെള്ളറി വെളുക്കും അല്ലെ ഫെയിന്റ് ചെയ്യുമ്പോൾ. ആരൊക്കെ ഫെയിന്റ് ചെയ്തിട്ടുണ്ട്? വേർക്കും, വെള്ളറി വെളുക്കും, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയും, ബ്രീത്ത് ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയും. നമ്മൾ ഫെയിന്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്, ഒരാൾ തലകറങ്ങി വീഴുമെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒരു കൂട്ടി അങ്ങനെ ചുറ്റും പോയി നിൽക്കും അല്ലെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ ഒരു വ്യക്തിക്ക് ഫ്രഷ് എയർ കിട്ടട്ടെ, പീപ്പിൾസ് ആ ഒരു ഫെയിന്റ് ചെയ്ത വ്യക്തിക്ക് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തുറസായ ഒരു സ്ഥലത്തേക്ക് മാറ്റാം. ഒത്തിരി പേര് പോയി കൂട്ടം കൂടി നിൽക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ മുഖത്ത് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പാദങ്ങള് തലയേക്കാൾ ഉയർത്തി കിടത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടക്കണം. പാദങ്ങൾ പൊക്കിയിട്ട് തല താഴ്ത്തി കിടത്തുക, ആ ഒരു രീതിയാണ് ഉദ്ദേശിച്ചത്. ക്ലോത്ത് ചിലപ്പോൾ യൂണിഫോംസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും കുട്ടികൾ വെയർ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ലൂസ് ഒക്കെ ആക്കി കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആകും ഫെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെയിന്റിങ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഫെയിന്റ് ആകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ബോധക്ഷയം എന്നാണ് ഫെയിന്റിങ്ങിനെ മലയാളത്തിൽ പറയുന്നത്. When the brain does not get enough blood and the heart does not function properly, a person may faint. നമ്മുടെ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരും, നമ്മുടെ ഹാർട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാതെ വരുമ്പോഴുമാണ് ഒരു പേഴ്സൺ ഫെയിന്റ് ആകുന്നത്. സംടൈംസ് സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി ക്യാൻ ബി കോസ്ഡ് ബൈ ഫോർ ഫെയിന്റിങ്. അപ്പോൾ
ചില കേസുകളിൽ പെയിനും ഇഞ്ചുറീസും വരാനുള്ള ചാൻസ് ഉണ്ട്. ദ ഫേസ് വിൽ ബിക്കം പെയിൽ. നമ്മുടെ മുഖം നല്ല രീതിയിൽ വിളറി വിളക്കും, നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറും, മങ്ങും, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ദ സ്പീഡ് ഓഫ് ബ്രീത്തിങ് വിൽ ബി ഡിക്രീസ്. നമ്മുടെ ബ്രീത്ത് ചെയ്യുന്നതിന്റെ സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ പീപ്പിൾ ഷുഡ് ഗീവ് ഫ്രഷ് എയർ. അവർക്ക് ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യാം. കോൾഡ് വാട്ടർ ഷുഡ് ബി സ്പ്രിങ്കിൾഡ് ഓൺ ദ ഫേസ്. മുഖത്ത് കോൾഡ് വാട്ടർ എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. പേഷ്യന്റ് ഷുഡ് ബി മെയ്ഡ് ടു ലൈ വിത്ത് ഫീറ്റ് റൈസ് ഹയർ ദാൻ ദ ബെഡ്. നമ്മൾ പേഷ്യന്റിനെ കിടത്തുമ്പോൾ പാദങ്ങളെക്കാൾ തല ഉയർത്തി കിടത്താൻ ശ്രമിക്കാം. ക്ലോത്ത് ഷുഡ് ബി ലൂസ്. നമ്മുടെ ഡ്രസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ അത് കുറച്ച് ലൂസ് ആക്കി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫെയിന്റിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ്മെന്റ് ആയിട്ട് പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഫെയിന്റിങ് വരെ പറയുന്നുള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി പറയാം. അപ്പോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. മോക്ക് ടെസ്റ്റിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ദെൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാവരും ഓരോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ എന്താണ്, ഓക്കെ, ഇത്രേ ഉള്ളൂ. പ്രോപ്പർ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോ സൈൻ ഔട്ട് ആരാ പറയുന്നത്? സൈൻ ഔട്ട് ആരാ പറയുന്നേ? Thank you, ma'am. Thank you so much for your dedication and patience to our doubt till we are crystal clear, ma'am. ഓക്കെ എടാ, താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുമ്പോൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് സമ്മപ്പ് ചെയ്യാൻ നോക്കാം. ഇന്ന ടോപ്പിക്കാണ് മാം എടുത്തത് എന്ന് പറഞ്ഞ് സമ്മപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. എല്ലാവരും മാറി മാറി ചെയ്യാം, ഒരാൾ മാത്രം ചെയ്യണമെന്നില്ല, എല്ലാവരും മാറി മാറി ചെയ്യാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am.